മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ്. ഒരു ബ്യൂട്ടി ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മുഖക്കുരു വരാത്തവരാരും തന്നെ ഇല്ലല്ലേ? അപ്പോൾ മുഖക്കുരു വന്നതിന് ശേഷമുള്ള പാടുകളും കുഴിവുകളുമൊക്കെ എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു വലിയ പ്രശ്നം തന്നെയാണ്, സൗന്ദര്യ പ്രശ്നമാണ്. അപ്പോൾ പാടുകളൊക്കെ നമുക്ക് എങ്ങനെയും മായ്ക്കാൻ പറ്റും. അതേസമയം കുഴിവുകൾ നിവർത്തിയെടുക്കുക കുറച്ച് പാടുള്ള കാര്യമാണ്. ലേസർ ചികിത്സ പോലെ പണച്ചിലവുള്ള ചികിത്സകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്നും പാടൊന്നും ഇല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഒറ്റമൂലിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ആവണക്ക്. ആവണക്ക്, കാട്ടാവണക്ക്, കടലാവണക്ക്, ഇങ്ങനെ രണ്ട് തരമുണ്ട്. പച്ച തണ്ടോട് കൂടിയത് കടലാവണക്കും ചുവപ്പ് തണ്ടോട് കൂടിയത് കാട്ടാവണക്കുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാട്ടാവണക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തെ കുഴിവുകളൊക്കെ മാറ്റുന്ന ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ്. നമുക്ക് കാട്ടാവണക്ക് കാണാം. നമ്മൾ ഈ കാണുന്നതാണ് ചുവപ്പ് തണ്ടുള്ള കാട്ടാവണക്ക്. കടലാവണക്ക്, കാട്ടാവണക്ക് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. കടലാവണക്കിൻ്റെ ഇല കുറച്ച് കാട്ടാവണക്കിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട് കുറച്ച് മോയ്സ്ചർ ആയിരിക്കും, ചുവപ്പ് തണ്ടോട് കൂടിയതായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. സാധാരണ ഇത് കാണപ്പെടുന്നത് കടൽത്തീര പ്രദേശങ്ങളിലുണ്ട്, പിന്നെ കുറച്ച് തണുപ്പൊക്കെ കൂടുതലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് സാധാരണ കാണപ്പെടുന്നതാണ്. ഇതിൻ്റെ തളിരില അരച്ച് കുറച്ച് മഞ്ഞൾ കൂട്ടി അരച്ച് നമ്മുടെ മുഖക്കുരു വന്ന് കുഴിവുള്ള ഭാഗങ്ങളിൽ നമ്മൾ തേക്കണം. 1 or 2 തവണ നമ്മളിത് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ ആ കുഴിവുകളൊക്കെ നിവർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അഥവാ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ മാത്രം തേച്ചാൽ മതി. കണ്ടിന്യൂസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 1 or 2 തവണ മാക്സിമം ഇത് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മുഖത്തെ കുഴിവുകളൊക്കെ നിവർന്നു വരും. കൗമാരക്കാർക്കും യൗവനക്കാർക്കും ആണിനും പെണ്ണിനുമൊക്കെ ഇത് പ്രായഭേദമന്യേ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഒറ്റമൂലിയാണ്. നമ്മളിതിങ്ങനെ അരച്ചിടുമ്പോൾ നമ്മുടെ ഈ മൃതകോശങ്ങൾ ചെറുതായിട്ട് ഇളകിപ്പോരും. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ മാറിക്കോളും. അപ്പോൾ എല്ലാവരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊന്ന് ചെയ്ത് നോക്കുക, വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം.